ഹലോ, അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോഫി പുഡിങ് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കേക്ക് സ്പഞ്ചാണ്. കേക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡാണെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് ബ്രൂ കോഫിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് സോക്കായി വരുന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തണുത്ത പാലും നമ്മളിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ എടുത്തേക്കുന്നത്. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അത് അടിച്ചെടുത്താൽ മതിയാവും, പാല് വേണ്ട കേട്ടോ. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാൻ പാല് ചേർത്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കൂടെ ഞാനൊരു സ്വല്പം കോഫിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ ബ്രൂ ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ചില വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടാവും, ചിലതിനുണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ പൊടി എടുത്തേക്കുന്നതുകൊണ്ട് അത്ര മധുരം പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇനി ഇഷ്ടമില്ലാത്തവർക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ സോക്ക് ചെയ്ത് വന്ന ആ കേക്കിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയറോടെ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കോ ബ്രെഡോ ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോഫി പൗഡർ, കോഫിയില്ല നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ആ കോഫി കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഈ കേക്കിനെ ഒന്നും കൂടെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഫ്രീസറിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ലുക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ലുക്കൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അത് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രൂവിൻ്റെ കോഫി പൗഡറില്ലേ, അതാണ് കേട്ടോ മേളിലൊന്ന് വെതറി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു കോഫിയുടെ ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. കോഫി ഫ്ലേവർ ഇഷ്ടമായിട്ടുള്ളവർക്ക്, കോഫി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുഡിങ് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.